രണ്ടാമത് നമ്മൾ വിദേശത്ത് ഇനി തെയ്യം കെട്ടാൻ പാടുണ്ടോ എന്നതാണ് അടുത്ത ഒരു ചോദ്യം. എൻ്റെ ഇപ്പം ഈ വയൽത്തറയെല്ലാമായിട്ട് കഴിക്കുന്ന തെയ്യങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന തെയ്യങ്ങളുണ്ട്. അതിൽ ഒരു ആചാര അനുഷ്ഠാനം ലംഘിക്കാണ്ട് ഒരു ഇതും തെറ്റ് കൂടാണ്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് നമ്മളൊരു പൊതുവെ കഴിക്കാൻ. പറ്റാത്ത തെയ്യങ്ങളുണ്ട്, അത് ചെയ്യാനും പാടില്ല. പക്ഷേ ഒരു വിധത്തിലുള്ള ഇപ്പോൾ ഇവിടെയെല്ലാം എങ്ങനെയാണോ ചെയ്യുന്നത് ആ സമ്പ്രദായം പാലിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അത് നിർവഹിക്കാൻ പറ്റണം. അത് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ പറ്റൂ. കാരണം ദൈവം ഇപ്പം നമ്മുടെ ഉത്തര കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമല്ല. കാരണം അത് വിശ്വാസികളെ എവിടെ വിളിക്കുന്നു അവിടെ പരാതി എന്ന് പറയാൻ താത്തി കാണിക്കുന്നില്ല, ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു. ദൈവം എവിടെ ഭക്തം വിളിക്കുന്നുവോ അവിടെ എത്തിച്ചേരുന്നതാണ് നമ്മൾ പുരാണം മുഴുവൻ പറയുന്നത് അല്ലേ? ദൈവത്തിനെ എവിടെ നിന്ന് ഭക്തിയോടുകൂടി വിളിക്കുന്നുവോ അതിൻ്റെ സമ്പ്രദായ പ്രകാരം വിളിക്കുന്നുവോ അവിടെ ഭഗവാൻ അവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അതിൻ്റെ നമ്മളെ പൂർവികന്മാർ പഠിപ്പിച്ചു തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റാതെ നമുക്ക് അത്തരത്തിലുള്ള തെയ്യങ്ങൾ അത് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള തെയ്യങ്ങൾ അത് നമുക്ക് കൂട്ടായി ഇരുന്ന് തീരുമാനിക്കും. ഇന്ന തെയ്യങ്ങൾ പോകുന്നതിന് തെറ്റില്ല എന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഇനി നമുക്ക് കൂടണം. ഇത് ഇന്ന് മാത്രമുള്ളതല്ല, ഇങ്ങനൊരു എല്ലാ സമുദായത്തിനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് എപ്പോൾ ഈ ഒരു കൂട്ടായ്മ വേണം. ഈ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് നല്ലതേ വരും. പല കാര്യങ്ങളും ഇപ്പം ഇവരെ കാര്യം പറയും, അതിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ചിരുന്ന് പരിഹരിക്കാൻ പറ്റും. അങ്ങനെ പറ്റണം. എന്നാലും നിങ്ങളെല്ലാം വിഘടിച്ച് ഒരു സംഘടനയിൽ തന്നെ രണ്ട് അങ്ങനെയൊന്നും പാടില്ല. നമ്മളെല്ലാം ഒന്ന് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഓരോ തീരുമാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റണം. നിങ്ങളെല്ലാം നമ്മളെക്കാട്ടി മൂത്ത ആൾക്കാരാണ്. നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. ഒരാളെ വിഷമിപ്പിക്കുന്നതിന് കാര്യമില്ലാന്ന് ഇനി ചെയ്ത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഇനി അവരെ വിഷമിപ്പിച്ചിട്ട് എല്ലാവരും ഈ ഒരു ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. ജീവിത ഉപാധിയും കൂടി ഉണ്ടല്ലോ, അതുകൂടെ നമ്മൾ മനസ്സിൽ കണക്കാക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തണമെന്നാണ് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ അതുമായി സഹകരിക്കാം. നമുക്ക് ഇനിയും കൂടാ. നിങ്ങളെല്ലാം അഭിപ്രായം ഇന്ന തെയ്യങ്ങളെല്ലാം വിദേശത്ത് പോകാൻ വയൽത്തറയെല്ലാം ആയി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള തെയ്യങ്ങൾ നമ്മളെ നേരത്തെ പറഞ്ഞത് നമ്മൾ ജീവനും കൂടി നമ്മൾ കണക്കിലെടുക്കണം. നമ്മുടെ പ്രയാസങ്ങളും എല്ലാം നമ്മൾ കണക്കിലെടുക്കണം. ആ ഒരു പ്രയാസത്തിന് മുമ്പിൽ നമ്മൾ കണ്ണടച്ചിട്ട് ഭക്തി മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ. ഭക്തി വേണം. അതോട് കൂടിയിട്ട് എന്ത് വേണം, നമ്മൾ സാഹചര്യത്തിനും കൂടെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം 37 വരെ സാക്ഷ്യത്തിൽ പറയാനുള്ളത്. അത് നിങ്ങൾ അംഗീകരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും വീണ്ടും ഇരുന്നിട്ട് ഏതൊക്കെ തെയ്യങ്ങൾ വിദേശത്ത് കളിക്കാം, ഏതെല്ലാം രീതിയിൽ ചെയ്യാം എന്നതിനെപ്പറ്റി നമുക്ക് കൂട്ടായി ഇരുന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോവാം. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിൽ കളിക്കേണ്ട അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെയുള്ള എല്ലാം കർശനമായിട്ട് നിങ്ങൾ വിലക്കണം. അങ്ങനെയുള്ള നിങ്ങൾ സമുദായത്തിൽ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പ്രദർശന വസ്തുവായിട്ട് ഇതിനെ കണക്കാക്കാണ്ട് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചു വരും ഇത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകണം. എന്നാലേ നിങ്ങൾക്കും ഗുണം വരുള്ളൂ, ഇതെല്ലാം കൊണ്ടു നടത്തുന്നവർക്കും ഗുണം വരും. നിങ്ങൾ ഭക്തന്മാർക്ക് വിശ്വാസമില്ലാത്ത ഒരവസ്ഥയായി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് ആരും ഇതിനെ വിശ്വസിക്കില്ലല്ലോ. അതിനൊരു സാഹചര്യം വരുത്താൻ എല്ലാ വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് വിദേശത്തുള്ളതും ഭക്തന്മാർ തന്നെയാണ്. നമ്മൾ അവരെ വിലക്കാൻ പാടില്ല. അവർക്ക് നമ്മളെ അനുഷ്ഠാനവും ആചാരവും ചെയ്യുക ആ രീതിയിൽ പറ്റുന്നുണ്ടെങ്കിൽ, പറ്റുന്ന തെയ്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഓലത്തിരി രാജവംശത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ വലിയ രാജാവിന്റെ ഒരു രീതിയിലുള്ളതിൽ ഇതാർക്കും അനുകൂലമായിട്ടോ ഒരാൾക്ക് പ്രതികൂലമായിട്ടോ ഉള്ളൊരു ഇതായിട്ട് കണക്കാക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഒരു ഇത് പറയുന്നതെന്ന് മാത്രം. അപ്പോൾ ഇനി വിദേശത്തെങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന തെയ്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂട്ടായിരുന്നു തീരുമാനിക്കണം. ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന തെയ്യങ്ങളെ അവിടെ പോയി കളിക്കേണ്ടതില്ല. എല്ലാ തെയ്യങ്ങളും ഇപ്പം മുച്ചിലോട്ട് വകവരി ഒന്നും അവിടെ ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള തെയ്യങ്ങളുണ്ട്, അത് അവിടെ പോയി ചെയ്യാൻ പാടില്ല. വയൽത്തറകളായി ചെയ്യുന്ന തെയ്യങ്ങൾ നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് ആർക്കാണോ അവസരം വരുന്നത്
അത് അവർ ഉപയോഗപ്പെടുത്തിയിട്ട് മുൻപോട്ട് പോവാം എന്നാണ് അത് തമ്പുരാൻ പറഞ്ഞതിന് അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങളെ വല്യച്ഛനുള്ള എഴുത്ത് നമ്മൾ കൊടുക്കല്ല, വലിയച്ഛനുള്ള എഴുത്ത് കൊടുക്കല, അത് കൊടുക്കാം. മറ്റേതിനാ വേണ്ട ഞാൻ പറഞ്ഞുതരാം. വലിയച്ഛനുള്ള എഴുത്ത് കൊടുക്കലല്ല. തമ്പുരാൻ ഇന്നിപ്പോ ഈ മകന് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞത് ഒരു പത്ത പ്രസ്താവന അവർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ എല്ലാവർക്കും ഉപകാരം ചെയ്യും. കാരണം നമ്മളെ ഈ ഒരാളെ കാര്യങ്ങളല്ല നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മളെല്ലാം ജീവനുള്ള മനുഷ്യന്മാർ എല്ലാവരും